തേങ്ങ പൊട്ടിക്കുമ്പോൾ വായുടെ എക്സ്പ്രഷൻ ഇങ്ങനെ പോകണമെന്നുള്ളത് നിർബന്ധമാണെന്ന് തോന്നുന്നു. പതിവില്ലാത്ത ഈ ഉത്സാഹം എന്തിനാണെന്നല്ലേ, നമ്മളിന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് കൊഴുക്കട്ട ശനിയാണല്ലോ. തേങ്ങ ചിരണ്ടാൻ എപ്പോൾ എടുത്താലും അപ്പം ഇസബെല്ല ആദ്യം ഓടിയെത്തും. ആദ്യത്തെ ആ ജ്യൂസി ആയിട്ടുള്ള ഭാഗം ഇസബെല്ലയുടെ മാത്രം സ്വന്തമാണ്. ഈസ്റ്ററിന് മുമ്പ് പറഞ്ഞ ശനിയാഴ്ച സന്തോഷത്തിൻ്റെ ശനിയാഴ്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പ്രൊസീജിയറൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊഴുക്കട്ട തന്നെ ആരുടെയും ഹെൽപ്പില്ലാതെയൊക്കെ ഉണ്ടാക്കുന്നത്. ആരുടെ ഹെൽപ്പൊന്നും ഇല്ലയെന്നല്ല, ഞങ്ങൾ ഹെൽപ്പ് ചെയ്തായിരുന്നു. അതെ, ഹന്നയും ഹേനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. ഈ ഉണ്ട ഉരുട്ടാനും അതൊക്കെ എടുത്ത് അടുക്കി നല്ലപോലെ വൃത്തിയാക്കി വെക്കാനും ഇല മുറിച്ച് തരാനും ഒക്കെ എന്നെ അവർ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഞങ്ങൾ സഹായിച്ചുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഉണ്ട ഉരുട്ടിയെടുത്തു. പിന്നെ ഇതെല്ലാം അടുപ്പത്തൊക്കെ ഇറക്കി വെച്ചിട്ട് ഞാനങ്ങ് കുളിക്കാൻ പോയി. പിന്നെയുള്ള പണി മുഴുവൻ എൻ്റെ മമ്മിയുടെ ആയിരുന്നു. ഇത് വേവിച്ചെടുക്കലൊക്കെ. ആദ്യമായിട്ടുണ്ടാക്കിയതാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു. എനിക്ക് പേടിയായിരുന്നു കല്ലിച്ചൊക്കെ പോകുമെന്ന്. പക്ഷെ നല്ല സോഫ്റ്റായിരുന്നു എന്ന് കഴിച്ചിട്ട് മമ്മിയും പപ്പയൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കൊഴുക്കട്ട ശനി ആശംസകൾ.